ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടി പി ആണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് തരത്തിലുള്ള സെയിലിനെ കുറിച്ചിട്ടാണ്. രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ കസ്റ്റമറിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രണ്ട് സെയിൽസ് മെത്തേഡുകളെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോ ആർക്കാണ് ഉപകാരപ്പെടുന്നത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടും ഇത് കാണണോ വേണ്ടിയോ എന്നുള്ളത്. ഫ്രഷേഴ്സ് ആയിട്ട് സെയിൽസിൽ എൻ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ബിസിനസ് ഓണേഴ്സാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സെയിൽസ് ടീമിന് ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യാം. കാരണം അവരുടെ ആറ്റിറ്റ്യൂഡിൽ, അവരുടെ സെയിൽസ് മെത്തേഡിൽ എങ്ങനെയാണ് ഇത് ഉപകരിക്കുക എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യാം. ഈ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർക്കും സുഖസുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും. ഓൾറെഡി സെയിൽസിൽ 3, 4, 5, 10 വർഷങ്ങളുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടില്ല. ബിക്കോസ് ദേ ഓൾറെഡി നോ ദിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരും വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കോൺസെപ്റ്റ് എന്ന് അറിയാം. ഒട്ടും താമസിക്കുന്നത് വെൽക്കം ടു വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് ടൈപ്പ് ഓഫ് സെയിൽസിനെ കുറിച്ചിട്ടാണ്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്. ഇതൊരു സെയിൽസ് കമ്മ്യൂണിറ്റിയുടെ നമ്മുടെ ഒരു വീഡിയോ ആണ്. നമ്മൾ സെയിൽസ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇത്രയും വർഷം ഞാൻ ആക്ച്വലി ഇൻ പേഴ്സൺ സെയിൽസിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും എനിക്ക് ഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാരും, ഒരുപാട് വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ബ്രിക്ക് ആൻഡ് മോട്ടോർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ സെയിൽസ് അവർ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്ത് അവരിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവുകളുമാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് വർത്താവുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് സെയിൽസാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഈ ഫസ്റ്റ് സെയിൽസ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ്. കാരണം പേരും അതും സെയിം ആണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു സെയിൽസ് മെത്തേഡിൻ്റെ പേര് ഫാമിംഗ് എന്നാണ്. ഫാമിംഗ് സെയിൽസ് മെത്തേഡ്. എന്താണ് ഈ ഫാമിംഗ് സെയിൽസ് മെത്തേഡ്? പേര് പോലെ തന്നെയാണ്. നമുക്കറിയാം, നമ്മളൊരു വിത്തിട്ട് അതിന് വെള്ളമൊഴിച്ച് അതിനെ ഒരു ചെറിയ ചെടിയായി മാറി വീണ്ടും വളമൊഴിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് അതൊരു മരം ആകുമ്പം നമ്മളതിൻ്റെ ഫ്രൂട്ട് പറിച്ചെടുക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഫാമിംഗ് എന്ന് പറയാം. ഇതെങ്ങനെയാണ് സെയിൽസുമായിട്ട് ബന്ധമുള്ളത്? വളരെ ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ഔട്ട് ബൗണ്ടിലാണ് ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക, ഔട്ട് ബൗണ്ട് സെയിൽസിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക. അതായത് ഒരു കസ്റ്റമറായിട്ട് റാപ്പോട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി നിങ്ങൾ അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി സ്ലോലി നിങ്ങൾ ബി ദെയർ ഫോർ എവറി ടൈം. എല്ലാ സമയത്തും നിങ്ങൾ അവരെ കൂടെ ഉണ്ടാവുന്നു. അൾട്ടിമേറ്റ്ലി വെൻ അവർ ആ സമയമാകുമ്പോൾ എന്ത് ചെയ്യുന്നു? യു ആസ്ക് ഫോർ ദ സെയിൽ. ഇതിനെയാണ് നമ്മൾ ഫാമിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് വലിയ മരമാകുന്ന ഒരു പ്രോസസ്സ് അത്രയും വലിയ വർഷങ്ങളൊന്നും എടുക്കില്ല. ഫാമിംഗ് എന്ന് പറയുമെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെസ്റ്റ് എക്സാമ്പിൾ, നിങ്ങൾക്കൊരു കസ്റ്റമർ ലീഡായിട്ട് വന്നു, ആ കസ്റ്റമർ റിക്കമെൻഡ് അറിഞ്ഞു, പക്ഷേ എന്ത് ചെയ്തു? ആ കസ്റ്റമർക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ പ്രോബ്ലം വേണ്ടു. ബട്ട് സ്റ്റിൽ നിങ്ങൾ അവരെ മുമ്പിലൊരു നിങ്ങളുടെ ആസ് എ ബിസിനസ് ഓണർ, ആസ് എ സെയിൽസ് പേഴ്സൺ നിങ്ങളൊരു വിത്തിട്ട് വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇടക്കിടക്ക് ഫോളോ അപ്പ് ചെയ്തു, കാര്യങ്ങൾ ഷെയർ ചെയ്തു. എന്താ പറയണ്ടേ, നിങ്ങൾ ആ ഒരു ബന്ധം നല്ല നിലയിൽ നിർത്തി കൊണ്ടുപോയിട്ട് അറ്റ് ദ എൻഡ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? യു ആർ ആസ്കിങ് ഫോർ ദ സെയിൽ. നിങ്ങൾക്ക് തന്നെയാണ് അദ്ദേഹം സെയിൽ തരിക. കാരണം എന്താണ്? നിങ്ങൾ ആണ് ആ ഒരു വിത്തിനെ നിങ്ങൾ നർച്ചർ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എസ്പെഷ്യലി വളരെ അഗ്രസീവ് അല്ലാത്ത, വളരെ സൗമ്യമായിട്ട് കാമായിട്ട് സെയിൽസിനെ അപ്രോച്ച് ചെയ്യണം, കാമായിട്ട് നമ്മളെ സെയിൽസ് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യണം എന്നുള്ള ടൈപ്പ് ഓഫ് ആൾക്കാർക്കൊക്കെ സുഖസുന്ദരമായിട്ട് ഈ ഒരു മെത്തേഡ് പരീക്ഷിക്കാവുന്നതാണ്. നമ്മളുടെ ബിസിനസ്സിൻ്റെ കോർ, കാരണം ഈ കസ്റ്റമറുടെ പ്രത്യേകത വെച്ചാൽ ഇത് വീണ്ടും ബിസിനസ് തരുന്ന ആൾക്കാരായിരിക്കും. രണ്ടാമത്തെ മെത്തേഡ്, ഇത് ആക്ച്വലി കുറച്ച് അഗ്രസീവായിട്ടുള്ള മെത്തേഡാണ്. ഇത് നമ്മൾ പറയാം ഹണ്ടിങ് എന്നാണ്. നമ്മൾ പേര് പോലെ തന്നെയാണ്, വെടിവെക്കുക, പടപടേന്ന് വെടിവെക്കുക. കാട്ടിൽ കയറി നിങ്ങൾ തുരുതാന്ന് വെടിവെക്കുക എന്ന് വിചാരിച്ചോ, അസംഷനാണ്. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തു? ഈ വെടി എവിടെയെങ്കിലും കൊണ്ടിട്ട് ചിലപ്പോൾ ഒരു സാധനം കിട്ടിയെന്ന് വരാം, ഹണ്ട് ചെയ്തിട്ട് വന്നെന്ന് വരാം. ഇതിനെയാണ് നമ്മൾ ഹണ്ടിങ് എന്ന് പറയാം. അതേപോലെ നിങ്ങൾ ബൾക്കായിട്ട് നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജിലേക്ക് കയറി, ഒരു ഗ്രൂപ്പിലേക്ക് കയറി, എന്നിട്ട് നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ 1 or 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു? പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ നിങ്ങളിലേക്ക് കോൾ വന്നു. ജസ്റ്റ് ഹണ്ടിങ്. നിങ്ങൾക്കറിയില്ല, റാൻഡം ആയിട്ടുള്ളൊരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പോസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിലൊരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റാബേസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഒരു ദിവസം വിചാരിക്കുകയാണ്, ഓക്കെ അവർക്ക് ഒരു 30% ഓഫർ കൊടുത്തേക്കാന്ന് വെച്ചാൽ നിങ്ങൾ റാൻഡം ആയിട്ടൊരു ഓഫർ കൊടുക്കുകയാണ്. അതിൽ നിന്നും ചിലപ്പോൾ ഒരു 10-15 ആൾക്കാർ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സെയിലായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് മെത്തേഡിനാണ് വെടിവെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റായിട്ട് എടുക്കുന്ന ഒരു മെത്തേഡിനെയാണ് എന്താ പറയേണ്ടത്? നമ്മൾ ഹണ്ടിങ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു മെത്തേഡിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ സ്ഥലത്തും ഒരേ സ്ഥലത്ത് പോയിട്ട് നിങ്ങളിങ്ങനെ വെടിവെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് വർത്താവണമെന്നില്ല. കാരണം അതിനകത്ത് സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വെടി വെക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ഓടിപ്പോവും, കുറച്ച് ആൾക്കാർ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പം വെടി കൊള്ളണമെന്നുമില്ല, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഇതിനകത്ത് എല്ലാം ചാവണമെന്നുമില്ല. ഇതാണ് സംഭവം. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആസ് എ സെയിൽസ് മാൻ നിങ്ങൾക്ക് എപ്പോഴാണ് ഹണ്ടർ ആവേണ്ടത്, എപ്പോഴാണ് നിങ്ങൾ ഒരു ഫാമർ ആവേണ്ടത്, ഫാമിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽസ് വളരെ നന്നായിട്ട് കൂടും. ഇത് ഈ ഒരു അപ്രോച്ചാണ്, ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. ഇതൊരു നമ്മൾ ആസ് ഓൺ എ ഡെയിലി ബേസിസ് ഞാൻ ഇന്ന് ഫണ്ടിങ് ചെയ്യുന്നു, ഇന്ന് ഫാമിംഗ് ചെയ്യുന്നു എന്നല്ല.
യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി. അപ്പം അപ്പം നിങ്ങൾ ഒരു മാസത്തിൻ്റെ ടാർഗറ്റിൻ്റെ ആ സമയത്ത് ഏത് ദിവസമാണ് ഹണ്ടർ ആവേണ്ടത്, എപ്പോഴാണ് ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് എൻ്റെ അടുത്ത ഈ വിളവ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, യു വിൽ ബി ഓൾവേസ് സക്സീഡ് ഇൻ സെയിൽ. താങ്ക് യു സോ മച്ച്.